അമൃത ടിവിയുടെ തിരുവനന്തപുരം യൂണിറ്റും അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന യോഗാ പരിപാടിക്ക് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി നേതൃത്വം നൽകി. ഏകഭൂമി ഏക ആരോഗ്യത്തിനായി യോഗ എന്ന സന്ദേശം മുൻനിർത്തിയാണ് 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത്. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ 1,00,000 കേന്ദ്രങ്ങളിൽ നടന്ന യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് അമൃത ടിവിയും യോഗാ പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കൈമനം ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന യോഗാ പരിപാടി സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. Exhale. Relax. വലത് കൈ ഉയർത്തുക, വലത് കൈ പുറകിലേക്ക് വയ്ക്കുക, വീണ്ടും ഇടത് കൈ മുകളിലേക്ക് ഉയർത്തുക, സ്ട്രെച്ചപ്പ്, പുറകിലേക്ക് നോക്കിയിട്ട് 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്യുക. 45, bring it down. Again right leg. ഭാരതത്തിൻ്റെ തനതായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ യോഗചര്യ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി ആക്കണമെന്ന് കോടിക്കണക്കിന് ജനങ്ങൾ പ്രതിജ്ഞ ചെയ്ത ദിവസം കൂടിയാണത്. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലുള്ള തലങ്ങളിലുള്ള ജനങ്ങളായിരുന്നാലും എല്ലാവർക്കും അനന്തമായ ഫലം, ഇൻഫിനിറ്റ് റിവാർഡ് ഉണ്ടാക്കുന്ന ഒരു ചര്യയാണ് യോഗ അഭ്യാസം, യോഗ ആചരണം. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ബൗദ്ധികമായിട്ട് മാത്രമല്ല ആധ്യാത്മികമായ പുരോഗതിക്കും യോഗയുടെ ആചരണം നമുക്ക് ഫലം തരുന്നതാണ്. ഏത് ജീവിതത്തിൻ്റെ ഏത് തലത്തിലാണെന്ന് പറയുമ്പോൾ യുവാവാകട്ടെ, വൃദ്ധനാകട്ടെ, അതിവൃദ്ധനാകട്ടെ, രോഗിയാകട്ടെ, ദുർബലനാകട്ടെ, ഏത് അവസ്ഥയിലുള്ള ആളിനാലും ശരി ആചരിച്ചാൽ അതിൻ്റെ ഫലമുണ്ടാകും. തുടർന്ന് നടന്ന യോഗാ പ്രദർശനത്തിന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി നേതൃത്വം നൽകി. അമൃത ടിവി തിരുവനന്തപുരം കോർപ്പറേറ്റ് ഓഫീസ് ജീവനക്കാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 50ഓളം പേർ യോഗാ പരിപാടിയിൽ പങ്കെടുത്തു. യോഗ അധ്യാപകരായ ബ്രഹ്മചാരി നിത്യാമൃതാനന്ദ ചൈതന്യ, ഗീതാദേവി തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. യോഗാ പ്രദർശനത്തിന് മുന്നോടിയായി സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരിയെ അമൃത ടിവി ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ചീഫ് മാനേജർ വിമൽകുമാർ എസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അമൃത ടിവി സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാർ, പ്രമോ ചീഫ് മാനേജർ വിനോദ് വി, ടൈം സെയിൽസ് ഡെപ്യൂട്ടി മാനേജർ ഇന്ദുലേഖ വി ടി തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.